5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഇലക്ഷൻ്റെ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനായി ക്ലാസ് റൂം ഇലക്ഷൻ്റെ ഒരു ഡോക്യുമെൻ്ററിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്ലാസ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ തീയതി നവംബർ 13 ഔദ്യോഗികമായി അറിയിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾ വളർത്തിയെടുക്കാൻ വേണ്ടി സാമൂഹ്യശാസ്ത്ര പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി 5ാം ക്ലാസ്സിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകാൻ സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, സൂക്ഷ്മ പരിശോധന മുതൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം, സത്യപ്രതിജ്ഞ വരെയും നടത്തിയതിലൂടെ കുട്ടികൾക്ക് ജനാധിപത്യ മൂല്യങ്ങളും മനോഭാവങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. പിന്താങ്ങുന്നവരും പേര് നിർദ്ദേശിച്ചവരും ഒപ്പിട്ടിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികൾ നൽകിയ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും ചിഹ്നവും പ്രസിദ്ധീകരിക്കുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഷോളിംഗ് സ്കൂളിലാണ്. 5ാം ക്ലാസ്സിലെ ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരായി വോട്ട് ചെയ്തു പോവുകയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക്. വിദ്യാർത്ഥികൾക്ക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിനായി വിവിപാറ്റിന്റെ മാതൃക നിർമ്മിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത്. നമ്മുടെ ഈ വർഷത്തെ ഇലക്ഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് നടന്ന മത്സരത്തിൽ അനീഷയെക്കാളും 15 വോട്ട് മുന്നിൽ ലീഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സവിൻജിത്താണ്. കൊടയടയാളത്തിൽ മത്സരിച്ച് സവിൻജിത്താണ്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങും ആദ്യത്തെ പാർലമെന്റും.